ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിക്ക രണ്ടായിട്ട് മുറിച്ചെടുക്കുക. അത്യാവശ്യം നല്ല പഴമാണല്ലോ. എന്നിട്ട് അതിൻ്റെ നടുക്ക് ആ വൈറ്റ് ഭാഗം കംപ്ലീറ്റ് നീക്കം ചെയ്യണേ. പിന്നെ കുറച്ച് തക്കാളി നമുക്കുള്ളല്ലോ. അപ്പം ഒരു ചെറിയ കഷ്ണം കറുവായും 2 ഗ്രാമ്പ് മതി അതിനെ. അതും കൂടി ഇട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഒരൊറ്റ വിസിലടിച്ചാൽ മതി. ഞാനിത് കുക്കറിലാണ് ചെയ്യുന്നത്. ഇതല്ലാണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ചേ ഉള്ളല്ലോ. ഇത് എടുത്തെടുത്ത് വെച്ചിരുന്ന് കുറേ ദിവസമായി മേടിച്ചുകൊണ്ട് വന്നിട്ട് തക്കാളി ഇതൊക്കെ. അന്നേരം അത് കേടാകാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നതാണേ. എന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ അത് നമ്മൾ വെന്ത് കഴിയുമ്പം കറുവായും ഗ്രാമ്പും പെറുക്കി കളയണം. ഇല്ലെങ്കിൽ നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും അതിൻ്റെ. നമ്മൾ 2 ഗ്രാമ്പും ഒരു കഷ്ണം കറുവായും അല്ലേ ഇട്ട് ഞാൻ തിരിച്ചെടുത്തേ. ഇനി കണ്ടോ, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചോളെങ്കിലും ഇഷ്ടംമാതിരി വെള്ളമായിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഇനി നമ്മൾ അതിനെ ചൂടൊക്കെ ആവശ്യത്തിന് കുറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കണേ. എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ എന്നും പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് പൊടി ഇത് കഴിഞ്ഞ് ഇടേണ്ടതാണ്. പക്ഷേ ഞാനിത് കുരുമുളകെല്ലാം ചതച്ച് വെച്ചേക്കും. ഇവിടെ നമുക്ക് പൊടിയില്ല. അതുകൊണ്ട് ഞാനിത് അരയ്ക്കുന്ന പൊടിയിട്ട് അരയ്ക്കും കേട്ടോ. ഒരിച്ചിരി മതിയേ. നമ്മുടെ ആ ഒരു ടേസ്റ്റ് വന്നാൽ മതി. നമുക്കിതിനകത്ത് ഈ സോസിന് ഇതൊന്നും എടുത്ത് നിൽക്കുന്നില്ലല്ലോ. എന്നിട്ട് നമ്മൾ നല്ലപോലെ കുറേശ്ശെ ഒഴിച്ച് നല്ലപോലെ അരിച്ചെടുക്കണം. അരിച്ച് ഇതെല്ലാം കൂടി എടുത്ത് കഴിയുമ്പോഴത്തേനും ഇച്ചിരി കാശ്മീരി ചില്ലി എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ആകുമ്പോഴത്തേനുമേ ഇച്ചിരി മതി. അല്ലെങ്കിൽ സോസിൻ്റെ ടേസ്റ്റ് നമുക്കറിയാമല്ലോ, ഒന്നും എടുത്ത് നിൽപ്പില്ല. എന്നിട്ട് ഒരടപ്പൊക്കെ മതി. ഇത് കാരണം അത് ഒരുപാട് പഴുത്തു പോയ തക്കാളിയല്ല, അങ്ങ് അളിഞ്ഞിരിക്കുന്ന തക്കാളി അല്ലാത്തതുകൊണ്ട് പിന്നെ ഇച്ചിരി പുളിരസം കാണുമേ. 1 സ്പൂൺ വിനാഗിരി ഒഴിക്കണം. അത് ഇപ്പം നമുക്ക് കൂടുതൽ അളവുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കണം, അത് അറിയാമല്ലോ. എന്നിട്ട് ഒരു 2-3 സ്പൂൺ പഞ്ചസാര. ഇപ്പോൾ ഒന്നും കൂടിപ്പോകരുത്. കുറഞ്ഞു പോയാലും നമുക്ക് വേണേൽ ചേർക്കാമല്ലോ. കൂടിപ്പോയാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴേ. ഒരു 2-3 സ്പൂൺ ഇട്ടാൽ മതി പഞ്ചസാര. ഇനിയിപ്പോൾ പോരായ്മയാണെങ്കിൽ നമുക്കൊരു പകുതി കുറുകി വരുമ്പോൾ അറിയാം, അന്നേരം പിന്നെ ചേർക്കാം. ഇപ്പം നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് നമ്മളിത് വീണ്ടും, ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നത്, എനിക്ക് കുറച്ചല്ലേ ഉള്ളൂ. ഇപ്പോൾ പിള്ളേർ ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ ഇവരിത് എങ്ങനെ ഉണ്ടാക്കിയാലും തീരേണ്ട ദിവസമാകുമ്പം തീരും. 2-3 ദിവസമാകുമ്പോൾ കുറവുണ്ടാക്കിയാലും തീർക്കും, കൂടുതലുണ്ടാക്കിയാലും തീർക്കും. അപ്പോൾ കൂടുതൽ ഇങ്ങനെ കഴിച്ചാൽ വരില്ല, രോഗം വരുമെന്നോർത്ത് കുറേശ്ശെ ഉണ്ടാക്കുന്നുള്ളേ. ഞാനിത് ഗോവിന്ദ് വിനോദ ലോസിൽ ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു. ഇത് ഉണ്ടാക്കി ഉറപ്പായിട്ട് ശരിയാകും കേട്ടോ. അതിനെന്ന് പറഞ്ഞാൽ ഞാനിത് കൂടെ ഈ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ പിള്ളേർക്കായിട്ട് 100% ശരിയാകും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി ശരിയാകുകയല്ലേന്ന് പേടിക്കുകയൊന്നും വേണ്ട. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇടണം കേട്ടോ, ഒരു പൊടിക്ക്. ഒരുപാട് ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെ ഗ്യാസേലല്ലാണ്ട് ചെയ്യണം. കാരണം ഇത് വറ്റി വരാൻ കുറേ പാടുണ്ട്. എന്നാലും നമ്മുടെ ഗ്യാസൊക്കെ തീർന്നു പോകത്തില്ലേ. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇതിപ്പോൾ ഇച്ചിരി ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നമ്മൾ ചട്നി ഉണ്ടാക്കി സാമ്പാറിലിട്ടും ചാറ് വെച്ചിട്ടും ഒന്നും തക്കാളി തീരുന്നില്ലേ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളവിടെ കാണിക്കാമെന്ന് വെച്ചു. ഇത് കുറുകി വരുന്ന അനുസരിച്ച് കണ്ടോ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇത് ഒന്നും ആയില്ലെന്ന്. പക്ഷേ ഇതിൻ്റെ അടി ടൈറ്റ് ആകുന്നുണ്ട് പഞ്ചസാര ഇട്ടുകൊണ്ട്. ഇത് പെട്ടെന്ന് അങ്ങ് ആയി കിട്ടും കേട്ടോ. തീ കത്തിക്കൊണ്ടിരിക്കുമല്ലോ, സിമ്മിലിട്ട് പരമാവധി ചെയ്യാൻ നോക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ കണ്ടോ, നല്ലപോലെ കുറുകി ടൈറ്റായിട്ട് വന്നേ. ഇനി ഇത് ശരിയായോ എന്നറിയാം. നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി വരുവാണെങ്കിൽ അത് ശരിയായിട്ടില്ല എന്നാണ്. ഇനി കുറച്ച് നേരം കൂടെ ഞാൻ ഇളക്കി കൊടുത്തു കേട്ടോ. അത് കണ്ടോ, ഇപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പതുക്കെ വന്ന് വീണിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ വിരലും കൊണ്ട് ഇങ്ങനെ തൂത്ത് നോക്കി കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ. ആ സ്പേസ് തമ്മിൽ കൂടി ചേർത്തില്ല. സാധാരണ നമ്മൾ എന്നാത്തിനും ഇങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേനും അത് പെട്ടെന്ന് കണ്ടോ, അത് അങ്ങനെ തന്നെ ഇരുന്നോളും. അതിന് കറക്റ്റ് പരുവം, അത് കറക്റ്റ് രീതിയിൽ അതിരിക്കുന്നത് കണ്ടോ. അത് ചേരാണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ആദ്യമേ നമ്മൾ ഒഴിച്ചപ്പോൾ ചെരിഞ്ഞു പോയില്ലേ, അന്നേരം ആ ഒഴുകി പോകുന്നവരുണ്ടെങ്കിൽ ഇത് ശരിയാകത്തില്ല. ഇത് കണ്ടോ, ഇപ്പം നമ്മളൊരു 10-75 രൂപയുടെയൊക്കെ മേടിക്കുന്ന ആ ഒരളവിൽ നമുക്ക് ഈ സംഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ പേടിക്കാതെ കഴിക്കാം. ഒരുപാട് നാളൊന്നും ഇരിക്കുകയില്ല കേട്ടോ. അല്ലെങ്കിലും എനിക്കിവിടെ ഈ സാധനങ്ങളൊന്നും ഇരിക്കുകയില്ല. പെട്ടെന്ന് തന്നെ ഇനി ചോറിന് വരെ വേണം ഇതൊക്കെ എടുത്ത് തിന്നോളും. നാരങ്ങയും കൂടെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് ഓർത്ത് അന്നേരം ഇത് പറ്റിയില്ലേ. അത് നാളെ കാണിക്കാം കേട്ടോ, നാരങ്ങ എന്നാ ചെയ്യുന്നതെന്നുള്ള കാര്യം. ഈസിയാണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ.